Hi everyone, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ ഡിവൈസസിലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, വാട്ട് ഈസ് ദ ഫ്യൂസിംഗ് ഫാക്ടർ ഓഫ് റീവയറബിൾ HRC ഫ്യൂസ്? റീവയറബിൾ HRC ഫ്യൂസിന്റെ ഫ്യൂസിംഗ് ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഈസ് 1.1. 1.1 is the fusing factor of rewirable HRC fuse. Next, what is the current rating of cartridge fuse used for domestic wiring? Domestic wiring ഉപയോഗിക്കുന്ന cartridge fuse-ന്റെ current rating എത്രയാണ്? Answer is option A, 1250 ആംപിയർ ആണ് cartridge fuse-ന്റെ current rating. Next, what is the current rating of rewirable fuse used for domestic wiring? Domestic wiring ന് ഉപയോഗിക്കുന്ന rewirable fuse-ന്റെ current rating എത്രയാണ്? Answer option A, 200 ampere. Next, what is the name of the part marked as X in the MCB? Miniature circuit breaker X എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ പാർട്ടിന്റെ പേരെന്താണ്? ഈ പാർട്ട് സോളിനോയിഡ് ആണ്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ടിൻഡ് കോപ്പർ വയർ 40 SWG യൂസ്ഡ് ഫോർ റീവയറബിൾ ഫ്യൂസ്? റീവയറബിൾ ഫ്യൂസിൽ ഉപയോഗിക്കുന്ന 40 സ്റ്റാൻഡേർഡ് വയർ ഗേജ് കോപ്പർ വയറിൻ്റെ കറണ്ട് റേറ്റിംഗ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 1.5 ആംപിയർ. Next, what is the name of the fuse cartridge part marked as X? ഈ കാർട്രിഡ്ജ് ഫ്യൂസിൽ മാർക്ക് ചെയ്തിരിക്കുന്ന X എന്ന പാർട്ടിന്റെ പേരെന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബ്രേക്ക് ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് ഇൻഡിക്കേറ്റർ ആണ് X എന്ന മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ. നെക്സ്റ്റ്, വിച്ച് സീരീസ് MCB ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മോട്ടോർ? മോട്ടോർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന MCB സീരീസ് ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, G സീരീസ് MCBs. G സീരീസിലുള്ള MCBs ആണ് മോട്ടോർ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ മാക്സിമം വോൾട്ടേജ് റേറ്റിംഗ് ഫോർ DC സീരീസ് MCBs? DC സീരീസ് MCBസിൻ്റെ മാക്സിമം വോൾട്ടേജ് റേറ്റിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി, 220 വോൾട്ട് DC. 220 VDC ആണ് DC സീരീസ് MCBസിൻ്റെ മാക്സിമം വോൾട്ടേജ് റേറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റിലേ ഹാസ് കോണ്ടാക്ട് അറേഞ്ച്മെൻറ്റ് ടു ബ്രേക്ക് മേക്ക് ഓർ ട്രാൻസ്ഫർ കോണ്ടാക്ട് കോമ്പിനേഷൻ? ഏത് റിലേയിലാണ് കോണ്ടാക്ട് കോമ്പിനേഷനെ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനോ ഉള്ള കോണ്ടാക്ട് അറേഞ്ച്മെൻറ്റ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, ക്ലാപ്പർ ടൈപ്പ് ആർമേച്ചർ റിലേ. ക്ലാപ്പർ ടൈപ്പ് ആർമേച്ചർ റിലേയിലാണ് ഈ കോണ്ടാക്ട് അറേഞ്ച്മെൻറ്റ് ഉള്ളത്. നെക്സ്റ്റ്, വിച്ച് റിലേ ഫങ്ഷൻസ് വെനെവർ ദ കറണ്ട് ഇൻ ദ കോയിൽ റീച്ചസ് ഓൺ അപ്പർ ലിമിറ്റ്? ഏത് റിലേയിലാണ് കോയിലിലെ കറണ്ട് അപ്പർ ലിമിറ്റിൽ വന്നു ചേരുന്ന ഫംഗ്ഷൻ ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി, കറണ്ട് സെൻസിങ് റിലേ. നെക്സ്റ്റ്, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ടു പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക്കൽ ഷോക്ക്? ഏത് ഡിവൈസിലാണ് ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ സിസ്റ്റം ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി, ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറിലാണ് ഈ ഇൻസ്റ്റലേഷൻ ഉള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിവൈസ്? ഈ പിക്ചറിൽ കാണുന്ന ഡിവൈസിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഇത് കോണ്ടാക്ടർ ആണ്. വാട്ട് ഈസ് ദ മാക്സിമം എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് ഇഫ് ആൻ ELCB വിത്ത് റേറ്റഡ് ട്രിപ്പിംഗ് റേറ്റ് കറണ്ട് ഓഫ് 30 mA? 30 mA റേറ്റഡ് ട്രിപ്പിംഗ് കറണ്ടുള്ള ELCBയുടെ മാക്സിമം എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി, 1666 ഓം ആണ്. നെക്സ്റ്റ്, വിച്ച് പാരാമീറ്റർ ഓപ്പൺസ് ദ ഫ്യൂസ് എലമെൻറ്റ് അണ്ടർ ഫോൾട്ട് വിത്തൗട്ട് ഡാമേജിങ് ലോഡ്? സർക്യൂട്ടിന് ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ലോഡിന് ഡാമേജ് സംഭവിക്കാതെ ഫ്യൂസ് എലമെൻറ്റ് ഓപ്പൺ ആവും. ഫ്യൂസ് എലമെൻറ്റ് സർക്യൂട്ടിനെ ഓപ്പൺ ആക്കുന്ന പാരാമീറ്ററിന് പറയുന്ന പേരാണ് ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി, റപ്ചറിങ് കപ്പാസിറ്റി.
നെക്സ്റ്റ് വിച്ച് റിലേ ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് വെരി ലോ പവർ. വെരി ലോ പവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റിലേ ഏതാണ്? ആൻസർ റീഡ് റിലേ ആണ്. ഓപ്ഷൻ എ റീഡ് റിലേ ആണ് ലോ പവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റിലേ. നെക്സ്റ്റ് ഹൗ മച്ച് ടൈം ഈസ് ടേക്കൺ ബൈ ഓവർലോഡ് റിലേ ടു ഓപ്പൺ മോട്ടോർ കോണ്ടാക്ട് അറ്റ് 500% ഓഫ് ഫുൾ ലോഡ് കറണ്ട്. 500% ഫുൾ ലോഡ് കറണ്ടിൽ മോട്ടോർ കോണ്ടാക്റ്റിനെ ഓപ്പൺ ആക്കുന്ന മോട്ടോർ കോണ്ടാക്റ്റിനെ ഓപ്പൺ ആക്കാൻ ഓവർലോഡ് റിലേക്ക് എത്ര ടൈം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി 10 സെക്കൻഡ്സ്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഈ പിക്ചറിൽ കാണുന്ന സർക്യൂട്ട് ബ്രേക്കർ ഏത് ടൈപ്പാണ്? 2 പോൾ ആണോ, 3 പോൾ ആണോ, 4 പോൾ ആണോ, അത് സിംഗിൾ പോൾ ആണോ? ആൻസർ ഓപ്ഷൻ ബി 3 പോൾ NCB ആണ് പിക്ചറിൽ ഉള്ളത്. നെക്സ്റ്റ് വിച്ച് ഡിവൈസ് ഓപ്പൺ ആൻഡ് ക്ലോസസ് ആൻ ഓക്സിലറി സർക്യൂട്ട്. ഓക്സിലറി സർക്യൂട്ടിനെ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി റിലേ. റിലേ ആണ് ഓക്സിലറി സർക്യൂട്ടിനെ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ കോസ് ഓഫ് മോട്ടോർ സ്റ്റാർട്ട്സ് വിത്ത് ചാറ്ററിംഗ് നോയ്സ്. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാറ്ററിംഗ് നോയ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജ് ഉള്ളത് കൊണ്ടാണ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചാറ്ററിംഗ് നോയ്സ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ കോസ് ഓഫ് ഹമ്മിങ് നോയ്സ് ഫ്രം ദ സ്റ്റാർട്ടർ. സ്റ്റാർട്ടറിൽ നിന്നും ഹമ്മിങ് നോയ്സ് ഉണ്ടാവാനുണ്ടാവുന്ന കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്സിലറി കോണ്ടാക്റ്റ് നോട്ട് ക്ലോസ്. ഓക്സിലറി കോണ്ടാക്റ്റ് ക്ലോസ് അല്ലാത്തത് കൊണ്ടാണ് സ്റ്റാർട്ടറിൽ നിന്നും ഹമ്മിങ് നോയ്സ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ ഫാക്ടർ ഫോർ ടൈം ടേക്കൺ എ ഫ്യൂസ് ടു ഇൻറ്ററപ്റ്റ് ദ സർക്യൂട്ട് ഇൻ ദ ഇവൻറ്റ് ഓഫ് ഫോൾട്ട്. സർക്യൂട്ടിൽ ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ഫ്യൂസ് ഇൻറ്ററപ്റ്റ് ആവാൻ എടുക്കുന്ന ടൈം ഫാക്ടറിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ ബി ഫ്യൂസിങ് ഫാക്ടർ. നെക്സ്റ്റ് വാട്ട് ഈസ് ദ കോസ് ഓഫ് ഫെയിലിയർ ഓഫ് കോണ്ടാക്ടർ ഡ്യൂ ടു ടു മച്ച് ഹീറ്റിംഗ് ഓഫ് എ നോ വോൾട്ട് കോയിൽ. നോ വോൾട്ട് കോയിൽ വളരെ കൂടുതലായിട്ട് ഹീറ്റായിട്ട് കോണ്ടാക്ടർ ഫെയിലിയർ ആവാൻ ഉണ്ടാകുന്ന കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഹൈ ഇൻകമിംഗ് സപ്ലൈ. ഹൈ ഇൻകമിംഗ് സപ്ലൈ വരുന്നത് കൊണ്ടാണ് നോ വോൾട്ട് കോയിൽ വളരെ കൂടുതലായിട്ട് ഹീറ്റായിട്ട് കോണ്ടാക്ടർ ഫെയിലിയർ ആവുന്നത്. നെക്സ്റ്റ് വൈ ദ AC റിലേ കണക്റ്റഡ് ടു DC സപ്ലൈ ഡ്രോ മോർ കറണ്ട്. DC സപ്ലൈയിൽ AC റിലേ കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യാനുണ്ടാവുന്ന കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആബ്സെൻസ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ആബ്സെൻസ് മൂലമാണ് ഇങ്ങനെ കൂടുതലായിട്ട് കറണ്ട് ഡ്രോ ചെയ്യുന്നത്. താങ്ക് യു.